വിശ്വജിത്ത് എന്ന് പറയുന്നവൻ അവിടോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും എല്ലാവരും വന്നത്. ഇപ്പോൾ സമയം സ്കൂളും പഠിത്തമൊന്നുമില്ല. അവനിങ്ങനെ നടക്കുക, ഇങ്ങനെ വ്യഭിചാരക്കഥ ഉണ്ടാക്കി നടക്കുക അവൻ്റെ ജോലി. വിശ്വജിത്ത് എന്ന് പറയുന്നവൻ്റെ ജോലി വ്യഭിചാരക്കഥ ഉണ്ടാക്കി നടക്കലാണ്. ഞാനിവിടെയാണ്. ദീപായസ് പണിക്കർ ഈസ് ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഇപ്പോൾ ഇങ്ങനെ വിശ്വജിത്ത് എന്ന് പറയുന്നവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദയുടെ മകൻ അവനിങ്ങനെ പോയിട്ടുണ്ട് അങ്ങോട്ട്, ഈ ഇവിടോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത്, മോഹൻ സിംഗിൻ്റെ വീട്ടിലോട്ട് അവനോടോട്ട് പോയിട്ടുണ്ട്. അവനിപ്പം ഡ്രാമ തുടങ്ങും. ആരുടെയോ ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കാനുള്ള പണികളാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ നമ്മൾ നല്ല കറക്റ്റായിട്ട് ഇവിടെ ഒന്നും വന്ന് നിൽക്കാൻ ഒരവനും ഒരു അവകാശമില്ല. കാരണം ഒരവനും ഒരു അവകാശമില്ല നമ്മുടെ വീടിൻ്റെ മുന്നിൽ. നമ്മുടെ ഈ നമ്മുടെ ഇതില്ലാതെ വന്ന് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമ്മളിത് ഇത് മാറ്റിയാണ് നമ്മളിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഉള്ളിലോട്ട് മാറ്റിയാണ് നമ്മൾ ഈ ഗേറ്റ് മതിൽ പണിഞ്ഞേക്കുന്നത്. കണ്ടില്ലയോ? ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെയാണ് പണിയേണ്ടത്. അപ്പം നമ്മുടെ മതിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലയോ? ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളിലോട്ടാക്കിയാണ് നമ്മൾ മതിൽ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒത്തിരി അവന്മാര് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു അവനുണ്ടല്ലോ, മാസ്കും വെച്ച് പോകുന്ന കള്ളൻ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. നമ്മുടെ ഈ മതിൽ പണിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയാണ്. കണ്ടില്ലേ? ഇത്രയും ഉള്ളിലോട്ട് മാറ്റിയാണ്. ഇവിടെ പണിയേണ്ടതാണ്. നമ്മളിവിടെ കയറ്റിയാണ് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ അല്ല, റോഡിലൊന്നുമല്ല നമ്മുടെ. ഇതേ പിടിച്ച് ഗേറ്റ് ഞാൻ നിൽക്കാനും ഇവിടെ വന്ന് കയറി നിൽക്കാനും ഒന്നും ഒരവനും ഒരു അവകാശമില്ല. ഇവിടെ ഒന്നും ഒരവനും വരണ്ട. മനസ്സിലായില്ലയോ? ഇതുവരെ ഉള്ളിലോട്ടായിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയാണ് പണിഞ്ഞേക്കുന്നത്. കണ്ടാലറിയാം. കണ്ടോ? നിങ്ങൾ ഒരവനും ഇവിടെ ഒന്നും കയറി വന്ന് അഴിഞ്ഞാടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരവനും ഇവിടെ ഒന്നും അഴിഞ്ഞാടാൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരവനും അഴിഞ്ഞാടേണ്ട കാര്യങ്ങളില്ല. അഴിഞ്ഞാട്ടമൊക്കെ വേറെ വല്ലതും നടത്തി. കുറേ അഴിഞ്ഞാടുന്നതിൻ്റെ എല്ലാം ഞാൻ അവിടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അവൻ്റെ ഒരു കൊച്ചുമോളെയും കൊണ്ട് വന്ന് ഇന്ന് കുറേ അഴിഞ്ഞാടി. അതെല്ലാം നമ്മുടെ ഈ തെളിവായിട്ടുണ്ട്. കുറേ രാവിലെ ഇനി ഇറങ്ങുമായിരുന്നു. അവന് രാവിലെ ഇറങ്ങി ഇവിടെ വന്ന് അങ്ങ് അഴിഞ്ഞാട്ടമായിരുന്നു അവന് ജോലി. അങ്ങനെ ഇവിടെ ഒന്നും വന്ന് അഴിഞ്ഞാടേണ്ടതൊന്നും കാര്യം ഇവനൊന്നും ഒരു അവകാശമില്ല. ഞാനാണ് ഇത് ഗേറ്റ് പണിഞ്ഞേക്കുന്നത്. ഈ മതിൽ പണിഞ്ഞേക്കാൻ ദീപായസ് പണിക്കറാണ് പണിഞ്ഞത്. ഇത് ഉള്ളിലോട്ട് മാറ്റിയാണ് പണിഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കേണ്ടി വരരുത് എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലോ? അതുപോലെ കണ്ടവനൊന്നും കയറി അഴിഞ്ഞാടണം ഇവിടെ ഒന്നും വരേണ്ട കാര്യമില്ല. ഇത് എൻ്റെ സ്ഥലവും വീടുമാണ്. ഇത് എൻ്റെതാണ്, എൻ്റെ പേരിലുള്ളതാണ്. മറ്റേ പ്രീതായസ് പണിക്കറിനുള്ളതൊക്കെ കൊടുത്തതാണ്. അവൾ ഇങ്ങോട്ട് കയറി കാടാനൊന്നും വരേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഒന്നും കയറി ഭരിക്കാൻ ഒരവനും ഒരു നാട്ടുകാർക്കും ഒരവകാശമില്ല. നമ്മളൊന്നും ഒരവൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വല്ലവൻ്റെയും വീട്ടിൽ കയറി പോകുന്നതൊന്നും? നമുക്ക് ഒരവൻ്റെയും വീട്ടിൽ പോകേണ്ട കാര്യമില്ല. ഒരവൻ്റെയും വീട്ടിലോ ഒന്നും കയറി പോകേണ്ട കാര്യമില്ല. ഇത് എൻ്റെതാണ്. എനിക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലവും വീടുമുണ്ട്. ഞാൻ കണ്ടവരുടെ ഇത് നമ്മളെക്കുറിച്ച് പല പല കഥകളാണ്. കുറേ അവന്മാർ ഇത് വന്നിരിക്കുക, പിന്നെ നമ്മുടെ തലയിലോട്ട് ലേസർ അടിക്കുക. ഇപ്പം ലേസർ അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പോയിരിക്കുകയാണ് വീരേന്ദ്ര സിംഗിൻ്റെ മകനായ വിശ്വജിത്ത് എന്ന് പറയുന്നവൻ. അവൻ വലിയ കള്ളനാണ്. അവന് പഠിത്തമൊന്നുമല്ല, ഇങ്ങനെ വ്യഭിചാരക്കഥ ഉണ്ടാക്കുക.